ഹലോ എവരിവൺ, വെൽക്കം ടു അവർ കിച്ചൺ. ഇന്നത്തെ വീഡിയോയിൽ ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ ജാമുൻ അല്ലെങ്കിൽ നാവൽപ്പഴം ഉപയോഗിച്ച് വീട്ടിൽ തന്നെ എങ്ങനെ രുചികരമായ ജാം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് മമ്മിന്ന് കാണിച്ചു തരും കേട്ടോ. നാവൽപ്പഴത്തിൻ്റെ ജാം ഉണ്ടാക്കാൻ നാവൽപ്പഴം മേടിച്ചു കൊണ്ടുവന്നു കഴുകി വെച്ചിട്ടാണ് കേട്ടോ. 2 സ്പൂണ് എള്ള് ഇട്ടതാണ്. 2 സ്പൂണ് പഴം 300 ഗ്രാം. ഞാവൽപ്പഴം കഴുകി വേവിച്ചതാണിത്. അത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇതുകൊണ്ടും അടിക്കാം. അതല്ല ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയും ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് ഏറ്റവും എളുപ്പം. അതിൻ്റെ കുരുവൊക്കെ എടുക്കണം. ഇത് 3 സ്പൂണ് നെയ്യ്, പിന്നെ ഇത് ഞങ്ങൾ നെയ്യിൽ വറുത്ത് വെച്ചു. ഇപ്പോൾ അത് നെയ്യ് ചൂടാകുമ്പോൾ എള്ളിട്ടിട്ട് പൊട്ടുമ്പോഴേക്കും വേഗം കഴുത്തിടുക. എന്നിട്ട് ഇത് തണുത്തിട്ട് അരയ്ക്കണം. എള്ളും അരയ്ക്കുമ്പോൾ കുറച്ച് എള്ളിയായിരുന്നു, അതുകൊണ്ട് അരയ്ക്കാൻ പറ്റിയില്ല. കുറച്ച് ഞാവൽപ്പഴത്തിൻ്റെ ജ്യൂസും കൂടിയിട്ട് അരച്ചു. അപ്പോൾ അരച്ചപ്പോൾ അതിങ്ങനെ കിട്ടി. അത് ഇനി ചീഞ്ചട്ടിയിലേക്കില്ല. ഞാവൽപ്പഴത്തിൻ്റെ ജ്യൂസും ഇത് എത്ര എടുത്താണ് മമ്മി? 300 ഗ്രാം. 300 ഗ്രാം ഞാവൽപ്പഴം. 500 ഗ്രാം മേടിച്ചിട്ടുണ്ടായിരുന്നേ, പക്ഷെ അത് കഴിച്ച് 300 ഗ്രാമായി. 300 ഗ്രാമിൻ്റെ അളവല്ലേ ഇത്? ഇതിന് നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള സാധനം അല്ലേ ജാമുന്? ജാമുൻ ശരീരത്തിന് ഏറ്റവും നല്ലതാണല്ലോ. ഒരു ദിവസം 5-6 ഞാവൽപ്പഴം കഴിക്കണം എന്നാണ് പറയുന്നത്. അതിൽ വിറ്റാമിൻ സിയും അയണും ഒക്കെ അടങ്ങിയിട്ടുള്ളതല്ലേ. ഡയബറ്റീസിനൊക്കെ നല്ലതാണ്. ജാമ് ശരിയായി കട്ടിയിലെത്തുമ്പോൾ ഒരു പ്ലേറ്റിൽ എടുത്തിട്ട് അതിങ്ങനെ ഒരു തുള്ളി ഒഴിച്ച് നോക്കുക. എന്നിട്ട് അതിങ്ങനെ പരന്ന് രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ അത് റെഡി ആയെന്നാണ് അതിൻ്റെ അർത്ഥം. കൂടെ ഇങ്ങനെ തേച്ച് കഴിക്കാട്ടോ. ചപ്പാത്തിയുടെ കൂടി നല്ലതാ, ബ്രെഡിൻ്റെ കൂടി നല്ലതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാൻ നല്ലതാണ് കേട്ടോ. ഞാവൽപ്പഴം അത് കുഴപ്പമില്ല. തേനല്ലല്ലോ, പഞ്ചസാര ഇട്ടതല്ലേ, ശർക്കര ഇട്ടതല്ലേ, വറ്റിച്ചതല്ലേ, ഇരിക്കും ഫ്രിഡ്ജിൽ. ഒരാഴ്ചയൊക്കെ ഇരിക്കില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം.